പണ്ടൊക്കെ വീട്ടിൽ ഈ ഒരു ബോട്ടി ഉണ്ടാക്കുന്ന ദിവസം ഉണ്ടല്ലോ, ഞങ്ങൾ മക്കളാരും അടുക്കളയിലേക്കേ പോവില്ല കേട്ടോ. ഉമ്മ ഉണ്ടാക്കുന്ന ഒരു ഫുഡും ഞങ്ങൾ അന്ന് കഴിക്കൂല. ഇതിൻ്റെ സ്മെല്ലായിരിക്കും കിച്ചണിൽ മൊത്തം എന്ന് പറഞ്ഞിട്ട് കച്ചറാവും. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ, നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഞാൻ എൻ്റെ ഉപ്പാക്ക് വിളിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, അതൊക്കെ വേണമെന്ന് ആദ്യം തന്നെ ഓർഡർ ചെയ്യും. അപ്പോൾ അതിൽ പെട്ട ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഈ ഒരു ബോട്ടി ഫ്രൈ. നമ്മൾ പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഉമ്മാൻ്റെ ഫുഡ് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാവുക. ഈ ഒരു ബോട്ടിൻ്റെ ഫ്രൈ ഉണ്ടല്ലോ, ഏത് ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടമാവും കേട്ടോ, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. ഞാൻ ഒരുപാട് റെസ്റ്റോറൻറ്റിൽ നിന്നും തട്ടുകടയിൽ നിന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ടേസ്റ്റിൽ ഈ ഒരു ബോട്ടി എനിക്ക് എവിടുന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഈ ഒരു ബോട്ടി ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് മേടിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുക്കറിൽ ഒരു 5-6 വിസിലടിച്ച് കഴിഞ്ഞാൽ ബോട്ടി ഇതുപോലെ വെന്ത് കിട്ടും. പിന്നെ നല്ല ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വരട്ടി വരട്ടി അങ്ങനെ എടുത്താൽ നല്ല ബ്ലാക്ക് കളർ വരെ വരട്ടണം കേട്ടോ. ഞങ്ങളെ മലപ്പുറത്തൊക്കെ ഇതിന് ബോട്ടി തന്നെയാണ് കേട്ടോ പറയുക. അതേപോലെ മറ്റുള്ള ജില്ലകളിലൊക്കെ ഇതിനെന്താ പറയുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.